എന്തൊക്കെയുണ്ടായിട്ടുള്ള ദിവസം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇതാ മഴയൊക്കെ ആയപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞീച്ചകളുടെ ശല്യം, കൊതുക്, അതേപോലെ പാറ്റ, ഈച്ച, എലി ഇവരൊക്കെ ശല്യം കൂടിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഒരു കെമിക്കലില്ലാതെ ഇന്ന് തുരത്തി ഓടിക്കാനുള്ള കുഞ്ഞു കുഞ്ഞു വഴികളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം. അപ്പോൾ ഇതാ ആദ്യം തന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഷാമ്പു, ഏത് ഷാമ്പു ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നമുക്ക് വിനാഗിരി, അതായത് നമ്മുടെ അച്ചാറിലേക്കും കറിക്കൊക്കെ നമ്മൾ എടുക്കുന്ന വിനാഗിരി ഇല്ലേ, അത് ക്ലീനിങ്ങിന് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ഇതിൻ്റെ ഡബിൾ, അതായത് 4 ടേബിൾ സ്പൂൺ വെള്ളം, അതായത് 1 ടേബിൾ സ്പൂൺ നമ്മൾ ഷാമ്പും 1 ടേബിൾ സ്പൂൺ നമ്മൾ വിനാഗിരി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡബിളായിട്ട് 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഈ കൗണ്ടർ ടോപ്പുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഈച്ചകളില്ലേ, കണ്ണീച്ച എന്നൊക്കെ പറയും, അതൊക്കെ ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ ഇത് വെച്ച് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് തുടച്ചങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിൽ വരില്ല. അതേപോലെ തന്നെ ഈ ചക്കയുടെ സീസണായ പറയണ്ട അല്ലേ, ചക്കയുള്ള വീടുകളിലൊക്കെ അറിയാം, ഒരു സൈസ് വലിയ ഈച്ചകളുണ്ടാവും, ചെറിയ ഈച്ചകളുണ്ടാവും, ഭയങ്കര ശല്യമായിരിക്കും ഇവരൊക്കെ ഉണ്ട്. പക്ഷേ ചക്കയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതായതുകൊണ്ട് നമുക്കത് കഴിക്കാതിരിക്കാനും പറ്റില്ല, ഉപേക്ഷിക്കാനും പറ്റില്ല. പക്ഷേ നമുക്ക് ഇവിറ്റങ്ങളെ നമുക്കിത് അങ്ങനെ ഓടിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ലോഷൻ മാത്രം മതി അവർ ഓടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ ലേശം നമ്മുടെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സൂപ്പറായിട്ട് നമുക്കൊരു സ്പ്രേയുടെ ബോട്ടിലേക്ക് ഇതിനങ്ങ് പകർത്തിയിട്ട് എവിടേക്കാണോ ഒരു വന്നിരിക്കാനുള്ള ചാൻസ് ഉള്ളത് അവിടെയൊക്കെ നമുക്ക് ഇതിനങ്ങനെ സ്പ്രേ ചെയ്ത് അങ്ങ് കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ കുഞ്ഞീച്ചകളെയും കണ്ണീച്ചകൾ, നല്ല വലിയ ഈച്ചകൾ, ഇവരെയൊക്കെ നമുക്ക് തടയാം കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു 5-8 നമ്മുടെ ഗ്രാമ്പു, അതേപോലെ തന്നെ ഒരു 10, 13, 15 നമ്മുടെ കുരുമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് വളരെ നൈസായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാനായിട്ട് ചിലപ്പോൾ ഇത്തിരി പാടായിരിക്കും കേട്ടോ, കാരണം ഇത് വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ചതക്കണ കല്ലില്ലേ, അതിനകത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നൈസായിട്ട് നമുക്ക് പൊടിച്ചങ്ങ് എടുക്കാം. അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത ഐറ്റം നമുക്ക് ചേർത്ത് കൊടുക്കണം. അതെന്താണെന്നല്ലേ, കർപ്പൂരം. അപ്പോൾ നമ്മൾ കർപ്പൂരത്തിൻ്റെ മുമ്പും നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ നിലം തുടയ്ക്കുമ്പോൾ കർപ്പൂരം പൊടിച്ചിട്ടിട്ട് ആ വെള്ളം കൊണ്ട് തുടച്ചാലും തറയെ നല്ല ഇതായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും. അതേപോലെ പ്രാണികൾ, ഉറുമ്പുകൾ, ഈച്ചകളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കൗണ്ടർ ടോപ്പും തുടയ്ക്കാനായിട്ട് കർപ്പൂരത്തിൻ്റെ കുറച്ച് വെള്ളം എടുക്കുക, അതിൽ കർപ്പൂരം പൊടിച്ചിടുക, എന്നിട്ട് തുടച്ചാലും നല്ല ഈച്ചകളും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അത് ഇതിൻ്റെ കൂടെ ഞാൻ പറയാണ് കേട്ടോ, നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ. അപ്പോൾ ഇതാ നമ്മൾ കർപ്പൂരം നല്ല നൈസായിട്ട് ഒരു 5-8 കർപ്പൂരം എടുത്ത് പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 3ഉം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ വേറൊരു ശല്യമാണ് പാറ്റയുടെ ശല്യം അല്ലേ. ചില വീടുകളിലൊക്കെ ഉണ്ടാവും ഈ പാറ്റ. അപ്പോൾ ഈ പാറ്റേനെ ഓടിക്കാനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുള്ളപ്പോൾ നമുക്ക് ബാക്കി ഹിറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. ഭയങ്കര പേടിയും കാര്യങ്ങളാണ്. പാറ്റച്ചോക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പേടിയാണ് കുഞ്ഞുങ്ങളുള്ള കാരണം. അപ്പോൾ നമുക്കിതാ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഡെറ്റോള്, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ വിനാഗിരിയും കൂടി ചേർക്കുക. ഇനി വിനാഗിരി ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ സിങ്കിൻ്റെ താഴെ, അതേപോലെ സിങ്കിൻ്റെ ഹോള്, നമ്മുടെ ബാത്റൂമിൻ്റെ ആ വെള്ളം പോണ അവിടുത്തെ ഇതിൽ സ്ട്രെയിനർ, അതിൻ്റെ അവിടേക്കാണ് മെയിനായിട്ട് പാറ്റകൾ കയറി വരാം. അതേപോലെ തന്നെ വേറൊരു ശല്യമാണ് നമ്മുടെ എലിയുടെ ഒരു ശല്യം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു എല്ലാത്തിൻ്റെയും കൂടെയുള്ള സ്മെല്ലും കാര്യങ്ങളും ഇവറ്റങ്ങളൊന്നും വരില്ല. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കോട്ടൺ പഞ്ഞി എടുക്കുക. ഈ പഞ്ഞി ഇതേമാതിരി നമ്മുടെ ഈ ഒരു മിക്സിൽ നല്ലപോലെ ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ സിങ്കിൻ്റെ ആ കബോർഡിൻ്റെയൊക്കെ അവിടെ എവിടെയാണോ ഇവരുടെയൊക്കെ ശല്യം കൂടുതലായിട്ടുള്ളത് അവിടെ വെച്ച് കൊടുത്താൽ നമുക്ക് നമ്മുടെ പാറ്റേനെയും എലീനെയും ഒക്കെ തുരത്തി ഓടിക്കാം. അപ്പോൾ സംഭവം നല്ലൊരു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിൽ ഇത് തന്നെ പരീക്ഷിച്ചോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സേഫ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ, സംഭവം അടിപൊളിയാണ്. ഇനിതാ അടുത്ത ടിപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഇരുമ്പിൻ്റെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കറുവപ്പട്ടയുടെ ഇല. എന്താണെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ബിരിയാണിക്കകത്ത് ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന നമ്മുടെ ബേ ലീഫില്ലേ, അത് തന്നെയാണ് കേട്ടോ ആള്. അപ്പോൾ അത് പച്ചയല്ല, ഉണക്കി വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണങ്ങി തന്നെ ഇട്ടിട്ടാണ് നമ്മുടെ ആ മസാല കൂട്ടിലിട്ടിട്ടാണ് നമ്മൾ മൂപ്പിച്ചെടുക്കുക. നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങ് മുറിച്ചങ്ങ് ആ ചീനച്ചട്ടിയിലേക്ക് ഇടാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തിനാണെന്നല്ലേ,
കൊതുകിന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണിത്. അപ്പോൾ എറണാകുളംകാരാണെങ്കിൽ പറയണ്ട, കൊതുകെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊതുക് പൊക്കി പറത്തും നമ്മൾ. അതേമാതിരിയാണ് ഇപ്പോൾ മഴയും കൂടി ഇപ്പോൾ ഇതിപ്പോൾ പറയണ്ട കേട്ടോ. ഇപ്പോൾ ഞാനൊരു എറണാകുളംകാരി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പായിട്ട് പറയണേ. കൊതുകിനെ കൊണ്ട് ഒരു രക്ഷയില്ല. കുഞ്ഞു തുടങ്ങി വലുത് വേണോ, ഏത് ടൈപ്പ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് തുരത്താനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിതാ നമ്മൾ കറുവപ്പട്ടയുടെ ഇലനെ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ആര്യവേപ്പിൻ്റെ എണ്ണ, അതായത് നീം ഓയിൽ. അപ്പോൾ നീം ഓയിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത്. നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതില്ലാത്തവർ അതെങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ കർപ്പൂരമാണ് കേട്ടോ. അപ്പോൾ ആ കർപ്പൂരം നല്ലപോലെ പൊടിച്ചതുണ്ട്, അത് നല്ലപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് നല്ലപോലെ അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കത്തിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പകലൊക്കെ പിന്നെയും നമുക്ക് സഹിക്കാം, രാത്രി ആയിക്കഴിഞ്ഞാലാണ് കൊതുകിൻ്റെ ശല്യം കൂടുതൽ. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഈ സംഭവം ഇതേമാതിരി സെറ്റ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഓരോരോ മുറികൾ നമ്മൾ നമ്മുടെ കുന്തിരിക്കൊക്കെ പോയിക്കില്ലേ, അതേപോലെ തന്നെ ഇങ്ങനെ കത്തിക്കാൻ പോവാണ്. അപ്പോൾ കത്തിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് എല്ലാം ഒന്ന് ഇതായിട്ട് വരുമ്പോൾ നമ്മളതിൻ്റെ തീ ഒന്ന് അണച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ പുകയാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കൊതുകിനൊന്നും തീരെ പറ്റില്ല. അതായത് നമ്മൾ ഒരു മുറി അടച്ചിട്ടിട്ട് നമ്മളിത് കത്തിക്കാം, ഏതാണോ നമ്മുടെ ബെഡ്റൂം അവിടെ അടച്ചിട്ടിട്ട് ഇത് കത്തിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ആ പുക കയറുമ്പോൾ ഇവരൊക്കെ പൊക്കോളും, എവിടേക്കെങ്കിലുമൊക്കെ ഓടിക്കോളും കേട്ടോ. മെയിനായിട്ട് നമ്മുടെ കട്ടിലിൻ്റെ അടിയിലൊക്കെ ഒന്ന് അങ്ങോട്ട് പൊതിച്ചു കൊടുക്കുക, എവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നോ അവിടെ നിന്നൊക്കെ തുരത്തി ഓടിച്ചോളും നമ്മുടെ ഈ ഒരു ടിപ്പ് വഴി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ, സംഭവം അടിപൊളിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതായതുകൊണ്ട് നമുക്ക് ചില കൊതുകിൻ്റെ തിരിയെന്നൊക്കെ പറയാൻ നമുക്കതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് ചിലവർക്ക് അലർജിക്കും കാര്യങ്ങളൊക്കെ തുമ്മലൊക്കെ വരും. കുഞ്ഞുങ്ങളുള്ളവർക്ക് നമുക്ക് പേടിയാണ് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട, ഒരു ബുദ്ധിമുട്ടും വേണ്ട. നാച്ചുറലായിട്ടുള്ള സാധനം തന്നെയാണ്, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കണ്ടോ, ഈ ഒരു പുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ കൊതുകൊക്കെ വിട്ടോളും. എവിടെയാണ് നിങ്ങൾ താമസിക്കുന്ന കൊതുകിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വിട്ട് അടുത്ത ജില്ലയിലോട്ട് ഓടിക്കോളൂ കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും കുറേ പേര് പറഞ്ഞു, ചേച്ചി കുഞ്ഞിച്ചേട്ട ശല്യം കൂടുതൽ, കൊതുകിൻ്റെ ശല്യം കൂടുതൽ, മഴക്കാലമായപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വളരെ എന്താ പറയുക, നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ടിപ്പുകളാണല്ലോ ഇവരെയൊക്കെ ഓടിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ശ്രുതി സൈനിങ് ഓഫ്. ബൈ.